First question, the frequency range of ECG is. അപ്പോൾ ഇ സി ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. ഹാർട്ടിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെഷർമെൻറ്റ് ടെക്നിക്കാണ് ഇ സി ജി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ചാണ് പറയുന്നത്. ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 0.05 to 150 ഹെർട്സ് ആണ് വരുന്നത്. ബിക്കോസ് ഹാർട്ടിൽ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ ഫീൽഡാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ജനറലി അതൊരു മില്ലി വോൾട്ട് റേഞ്ചിലായിരിക്കും ഉണ്ടാകുന്നത്. സോ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 0.05 to 150 ഹെർട്സ് ആയിരിക്കും. Next question, which of the following amplifier circuitry is employed to reduce hum noise generated by the power supply in the ECG circuit? അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ഫിൽറ്റേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് നോച്ച് ഫിൽറ്ററാണ്. നോച്ച് ഫിൽറ്ററാണ് നമ്മൾ എംപ്ലോയ് ചെയ്യുക. നോച്ച് ഫിൽറ്ററിൻ്റെ CMMR എന്ന് പറയുന്നത് ഓഫ് ഇൻ ദ ഓർഡർ ഓഫ് 100 to 120 dB ആയിരിക്കും. പിന്നെ അത് നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും ഈ നോച്ച് ഫിൽറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ദാറ്റ് ഡീൽസ് വിത്ത് ദി പ്രൊവിഷൻ ആൻഡ് ദ യൂസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഡിവൈസസ് സച്ച് ആസ് സ്പ്ലിൻസ് ആൻഡ് ബ്രേസസ് എന്ന് പറയുന്നത് ലാപ്രോസ്കോപ്പിയാണ്. ബാക്കി പ്രോസ്റ്ററ്റിക്, ഓർത്തറ്റിക്സ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലിംസും ഹാൻഡും അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓഗ്മെൻറ്റഡ് ഓപ്ഷൻ ഡി എന്ന് പറയുന്ന ഓഗ്മെൻറ്റേറ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ബ്രാഞ്ച് ഓഫ് മെഡിസിൻ എന്നല്ല. അപ്പോൾ ഇതിൽ വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ലാപ്രോസ്കോപ്പിക് ആണ്. അപ്പോൾ ലാപ്രോസ്കോപ്പിക് മെഡിസിൻ വെച്ചിട്ടാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഡിവൈസസ് സച്ച് ആസ് സ്പ്ലിൻസ് ആൻഡ് ബ്രേസസ് എല്ലാം നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. Next question, the volume of the blood within the dialyzer is known as priming volume ആണ്. ഡയലൈസർ എന്ന് പറയുന്നത് നമുക്കറിയാം ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഹീമോ ഡയലൈസർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൽ വോളിയം ഓഫ് ബ്ലഡിനെ പറയുന്ന പേരാണ് പ്രൈമിംഗ് വോളിയം എന്നാണ് പറയുന്നത്. പ്രൈമിംഗ് വോളിയം എന്ന് പറയുന്നത് 75 to 200 ml ആയിരിക്കും, ഡിപ്പെൻഡിങ് അപ്പോൺ ദി മെംബ്രെയിൻ ഏരിയ ജോമെട്രി ആൻഡ് ദി ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസ്. Next question, what does the red blood cells contain for combining with large volume of oxygen? അപ്പോൾ നമ്മൾ പഠിച്ചതാണ് റെഡ് ബ്ലഡ് സെൽസിൻ്റെയും വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെയും ഓക്സിജനായിട്ട് റെഡ് ബ്ലഡ് സെൽസിൽ വരുന്ന കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ ബി ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വിച്ച് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ഈസ് യൂസ്ഡ് ഇൻ ഡിജിറ്റൈസേഷൻ ഓഫ് ECG സിഗ്നൽ ഇൻ സിഗ്നൽ കണ്ടീഷനിങ്? 12 ബിറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 12 ബിറ്റ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ആണ് യൂസ് ചെയ്യുന്നത് വിത്ത് എ ടിപ്പിക്കൽ സാമ്പിളിംഗ് റേറ്റ് ഓഫ് 250 ഹെർട്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി സ്റ്റെപ്സ് ആർ ദർ ഇൻ ദ QRS ഡിറ്റക്ഷൻ ആണ്. അപ്പോൾ QRS വേവ് ഫോം എന്ന് പറയുന്നത് ECGയിൽ വരുന്ന വെൻട്രിക്കുലർ എക്സൈറ്റേഷൻ കഴിയുമ്പോൾ കിട്ടുന്ന വേവ് ഫോം ആണ് ഈ QRS എന്ന് പറയുന്നത്. നമ്മൾ ആ വേവ് ഫോം കണ്ടിരുന്നു ECGയിൽ, PQRS എന്ന് പറയുന്ന വേവ് ഫോം കണ്ടിരുന്നു. സോ 2 സ്റ്റെപ്സ് ആണ് നമുക്ക് ഒരു QRS വേവ് ഫോമിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടി വരുന്നത്. ആ 2 സ്റ്റെപ്സിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു പ്രീ പ്രോസസ്സിങ് സ്റ്റെപ്പാണ്. അതായത് നമുക്ക് നോയ്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഡിസ്റ്റർബൻസസോ ഉണ്ടെങ്കിൽ അത് പ്രീ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് നമ്മൾ QRS വേവ് ഫോം എന്താണോ നമുക്ക് QRS വേവ് ഫോം കിട്ടുന്നത് അത് എൻഹാൻസ് ചെയ്ത് വരുന്നതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ 2 സ്റ്റെപ്സ് ആണുള്ളത്, പ്രീ പ്രോസസ്സിങ് ആൻഡ് ദെൻ ദി ഫൈനൽ ഡിറ്റക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡാഷ് ഈസ് ബേസ്ഡ് ഓൺ അനലൈസിംഗ് ദ ഷേപ്പ് ഓഫ് QRS കോംപ്ലക്സ് ആൻഡ് സെപ്പറേറ്റിംഗ് ബീറ്റ്സ് ഇൻ ടു ഗ്രൂപ്പ്സ് ഓർ ക്ലസ്റ്റേഴ്സ്. മോർഫോളജി ക്യാരക്ടറൈസേഷൻ ആണ്. അപ്പോൾ QRS കോംപ്ലക്സിൻ്റെ മോർഫോളജി ക്യാരക്ടറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ QRS കോംപ്ലക്സിൻ്റെ ഷേപ്പും പിന്നെ ബീറ്റ്സ് എല്ലാം അനലൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് മോർഫോളജി ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നത്. സോ അത് വെച്ചിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യുന്ന QRS കോംപ്ലക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ഈസ് എ ഫൈനൽ സ്റ്റേജ് ഇൻ ദി അരിത്തിമിയ അനാലിസിസ് ആണ്. അത് വരുന്നത് ആൻസർ സി ആണ്, റിതം ലേബിളിംഗ്. അരിത്തിമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഹാർട്ടിൻ്റെ ഹാർട്ട് ബീറ്റ് ഡിസോർഡർ എബ്നോർമാലിറ്റി ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ റിതം ലേബിളിംഗ് ആണ് അതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ വരുന്നത്. നമ്മൾ ഏതൊക്കെ റിതംസിലാണ് PQRS കോംപ്ലക്സ് വരുന്നതെന്നുള്ളത് അനലൈസ് ചെയ്യുന്നതാണ് ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് എന്ന് പറയുന്നത് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ എന്ന് പറയുന്നത് എങ്ങനെ ഡിറ്റക്ട് ചെയ്യുന്നത് ഈസ് ഡിറ്റക്റ്റഡ് ബൈ ഫ്രീക്വൻസി ഡൊമെയിൻ അനാലിസിസ് വെച്ചിട്ടാണ്. ഫ്രീക്വൻസി ഡൊമെയിൻ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു നാരോ ബാൻഡ് ലോ ഫ്രീക്വൻസി സിഗ്നൽ ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ അത് നമ്മൾ അതിനെ ഡിറ്റക്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഡിറ്റക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഹാസ് ദ പുവറർ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ? ആൻസർ എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ പൾസ് ഓക്സിമീറ്റർ ആണ്. ബാക്കി എല്ലാത്തിനും കൂടുതലാണ് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ. റിഫ്ലക്ഷൻ പൾസ് ഓക്സിമീറ്ററിനാണ് ഏറ്റവും കുറവ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വാട്ട് വാസ് യൂട്ടിലൈസ്ഡ് അറൗണ്ട് ദി ലൈറ്റ് സോഴ്സ് ടു എൻഹാൻസ് ദ സിഗ്നൽ? ആൻസർ എന്ന് പറയുന്നത് ഫോട്ടോഡയോഡ്സ് ആണ്. ഫോട്ടോഡയോഡ്സിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഫോട്ടോഡയോഡ്സ് എന്ന് പറയുന്നത് ലൈറ്റ് ഇൻറ്റൻസിറ്റി വീഴുന്നതനുസരിച്ചിട്ട് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നത്. സോ ലൈറ്റ് സോഴ്സിനെ എൻഹാൻസ് ചെയ്യുന്ന സിഗ്നൽ എന്ന് പറയുന്നത് ഫോട്ടോഡയോഡ്സ് കൂടെയാണ് വരുന്നത്. What are used as a light source in skin reflectance oximeter? So answer എന്ന് പറയുന്നത് റെഡ് ആൻഡ് ഇൻഫ്രാറെഡ് LEDs ആണ്. സോ റെഡ് ആൻഡ് ഇൻഫ്രാറെഡ് LEDs ആണ് യൂസ് ചെയ്യുന്നത് വിത്ത് ദ വേവ് ലെങ്ത് ഓഫ് 665 നാനോമീറ്റർ ആൻഡ് 935 നാനോമീറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഡിറ്റക്ട് ചെയ്യുന്നത് സിലിക്കൺ ഡയോഡ് വെച്ചിട്ടാണ് സ്കിൻ റിഫ്ലക്റ്റൻസ് ഓക്സിമീറ്ററിൽ. അടുത്ത ചോദ്യം, ദ റിഫ്ലക്റ്റഡ് ലൈറ്റ് ഫ്രം ദ സ്കിൻ അറ്റ് ദ വേവ് ലെങ്ത് ഓഫ് 665 നാനോമീറ്റർ ആൻഡ് 935 നാനോമീറ്റർ ഇസ് ഡിറ്റക്റ്റഡ് ബൈ സിലിക്കൺ ഡയോഡാണ് ആൻസർ വരുന്നത്. ബാക്കി എല്ലാ ഡയോഡ്സിൻ്റെയും വേവ് ലെങ്ത് കൂടുതലാണ്. സിലിക്കൺ ഡയോഡാണ് ഈ ഒരു വേവ് ലെങ്ത്തിൽ വരുന്ന ഡയോഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ദ ഡിറ്റക്റ്റഡ് സിഗ്നൽസ് ആർ പ്രോസസ്ഡ് ഇൻ ദ ഫോം ഓഫ് ഫോട്ടോപ്ലറ്റിസ്മോഗ്രാഫ്സ് ടു ഡിറ്റർമിൻ SO2 ആണ്. ആൻസർ ബി ആണ്. Next question, what is incorporated in the sensor to warm the tissue so as to increase the local blood flow? Heater ആണ് വരുന്നത്. ഹീറ്റർ ആണ് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത്. ട്രാൻസ്മിഷൻ ഓക്സിമീറ്റേഴ്സിലും അതേമാതിരത്തെ ഓക്സിമീറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നതിലെല്ലാം കൂടുതലായിട്ടും ഹീറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് ഹൗ മച്ച് ബ്ലഡ് ഈസ് പ്രസൻറ്റ് ഇൻ ആൻ ആവറേജ് അഡൽട്ട്? ഒരു ആവറേജ് ആയിട്ടുള്ള അഡൽട്ടിൽ എത്ര ബ്ലഡ് ആണുള്ളത്? 5 to 6 liters ഓഫ് ബ്ലഡ് ആണുള്ളത്. ആ ബ്ലഡിൻ്റെ ബ്ലഡിലത്തെ വരുന്ന ന്യൂട്രിയൻസ് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലഡ് സെൽ കൗണ്ടർ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ ബ്ലഡ് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ ബോഡി വെയ്റ്റ്? ആൻസർ എ ആണ്. 5 to 10% ആണ്. ഒരാളുടെ ബോഡി വെയ്റ്റിൽ 5 to 10% ബ്ലഡ് ആയിരിക്കും. നോർമൽ അഡൽട്ടിൽ 5 to 6 liters ഓഫ് ബ്ലഡ് ഉണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്ലഡ് കൺസിസ്റ്റ് ഓഫ് കോർപ്പസൽസ് സസ്പെൻഡഡ് ഇൻ എ ഫ്ലൂയിഡ് കോൾഡ് പ്ലാസ്മ ഇൻ ദി പ്രപ്പോർഷൻ ഓഫ് 45 parts ഓഫ് കോർപ്പസൽസ് ആൻഡ് 55 parts ഓഫ് പ്ലാസ്മയാണ് ഉത്തരം വരുന്നത്. അതാണ് കോർപ്പസൽസിൻ്റെയും പ്ലാസ്മയുടെയും റേഷ്യോ ഇൻ ദി ബ്ലഡ് എന്ന് പറയുന്നത്. Next question, the percentage of cells in the blood is known as the hematocrit value എന്നാണ് percentage of cells in the blood നെ പറയുന്ന പേര്. Next question, which of the following blood constituent is in the form of biconcave disc? ആ ബൈക്കോൺകേവ് ഡിസ്കിൻ്റെ ഷേപ്പിലുള്ള എന്ത് ബ്ലഡ് കോൺസ്റ്റിറ്റ്യൂൻ്റ് ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എറിട്രോസൈറ്റ്സിലാണ് അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് എ ഡയമീറ്റർ ഓഫ് അബൌട്ട് 7.5 meter ആൻഡ് തിക്നെസ് ഓഫ് അബൌട്ട് 1.7 meter. സോ എറിട്രോസൈറ്റ്സ് ആണ് ബ്ലഡിൽ ഉള്ള ബൈക്കോൺകേവ് ഡിസ്ക് ഷേപ്പിലുള്ള കോൺസ്റ്റിറ്റ്യൂൻ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഫോളോയിങ് ആർ ദ മേജർ ഫങ്ഷണൽ ഫിസിയോളജിക്കൽ സിസ്റ്റംസ് ഓഫ് ദ ബോഡി എക്സെപ്റ്റ് ഇലക്ട്രോകാർഡിയോഗ്രാം സിസ്റ്റം ആണ്. ബാക്കിയെല്ലാം ഫിസിയോളജിക്കൽ സിസ്റ്റംസ് ആണ്. കാർഡിയോവാസ്കുലർ സിസ്റ്റവും റെസ്പിറേറ്ററി സിസ്റ്റവും നെർവസ് സിസ്റ്റവും. ആകെ ഇലക്ട്രോകാർഡിയോഗ്രാം എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ ബോഡിയിൽ ഇല്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ട്രാൻസ്ഡ്യൂസർ? അപ്പോൾ ട്രാൻസ്ഡ്യൂസർ എന്താണെന്ന് നമുക്കറിയാം. ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്സ് വൺ ഫോം ഓഫ് എനർജി ടു അതർ ആണ് ട്രാൻസ്ഡ്യൂസർ. തെർമോകപ്പിൾ, ഫോട്ടോ വോൾട്ടേക്, മൂവിംഗ് കോയിൽ ജനറേറ്റേഴ്സ് എല്ലാം ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ്. ഇതിൽ ട്രാൻസ്ഡ്യൂസർ അല്ലാത്തത് ഇലക്ട്രോ ഒക്കിലോഗ്രാം ആണ്. ഇലക്ട്രോ ഒക്കിലോഗ്രാം എന്ന് പറയുന്നത് അത് കണ്ണിൻ്റെ പൊട്ടൻഷ്യൽ, റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ഓഫ് ദ ഐ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇലക്ട്രോ ഒക്കിലോഗ്രാം എന്ന് പറയുന്ന സിസ്റ്റം യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇലക്ട്രോഎൻസെഫലോഗ്രാം ഈസ് ഒബ്റ്റെയിൻ ഫ്രം ദ ബയോഇലക്ട്രിക് സിഗ്നൽസ് ഫ്രം ബ്രെയിൻ ആണ്. EEG എന്ന് പറയുന്ന മെത്തേഡ് ബ്രെയിൻ ആക്ടിവിറ്റിയെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
The following are the resistive passive transducers except strain gauge, potentiometer, LVDT and photodiode. Strain ഗേജും പൊട്ടൻഷ്യോമീറ്ററും LVDT എല്ലാം പാസീവ് ആണ്. ഫോട്ടോഡയോഡ് മാത്രമാണ് ഇതിൽ ആക്റ്റീവ് ആയിട്ടുള്ള ട്രാൻസ്ഡ്യൂസർ ഉള്ളത്. സോ ദ ആൻസർ ഈസ് ഡി, photodiode. Next question, the capacitance of passive capacitance transducer depends on the following factors except, അപ്പോൾ നമുക്കറിയാം capacitance C is equal to epsilon 0 A by D ആണ്. So distance between the plates, area, relative dielectric constant എല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്യാത്തത് എന്ന് പറയുന്നത് mass of two parallel plates മാത്രമാണ്. Next question, the biopotential generated by the muscles of the heart with the time is known as ECG, electrocardiogram ആണ്. നമ്മൾ നേരത്തെ എല്ലാ വീഡിയോയിലെല്ലാം കണ്ട കാര്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ യു ക്യാൻ ഡിഫൈൻ ഇലക്ട്രോമയോഗ്രാം അല്ലെങ്കിൽ EMG. അപ്പോൾ EMG എന്ന് പറയുന്നത് നമ്മൾ മസിൽ സെൽസിൻ്റെ ആക്ടിവിറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ്, ബയോപൊട്ടൻഷ്യൽസ് മസിൽ സെൽസിൽ വരുന്നത് എടുക്കാൻ വേണ്ടിയിട്ടാണ് EMG യൂസ് ചെയ്യുന്നത്. സോ ദ ബയോപൊട്ടൻഷ്യൽ ജനറേറ്റഡ് ബൈ ദി മസിൽസ് ഓഫ് ദ ഹാർട്ട് വിത്ത് ടൈം ആണ് ആൻസർ. സോ ഈ ക്വസ്റ്റ്യൻ ഇലക്ട്രോ എൻസെഫലോഗ്രാം ഈസ് യൂസ്ഡ് ഇൻ ദ ഡയഗ്നോസിസ് ഓഫ്, നമ്മൾ ആദ്യമേ പറഞ്ഞു EEG ബ്രെയിൻ വേവ്സിനെ ഡിറ്റക്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. സോ ദ ആൻസർ ഈസ് ഡി, ബ്രെയിൻ. Question is, what is the function of nebulizer as a respiratory therapy? അപ്പോൾ നെബുലൈസർ എന്ന് പറയുന്ന മെത്തേഡ് എന്ന് പറയുന്നത് റെസ്പിറേഷൻ എടുക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് തെറാപ്റ്റിക് ആയിട്ടുള്ള മെഡിസിൻ ഡോസേജ് എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെബുലൈസേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ലങ്സിൽ എന്തെങ്കിലും ഡിസോർഡേഴ്സോ അല്ലെങ്കിൽ റെസ്പിറേറ്ററി പ്രോബ്ലംസോ ഉള്ളവർക്ക് ഡയറക്റ്റ് ആയിട്ട് ലങ്ങിലോട്ട് മെഡിസിൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നെബുലൈസേഴ്സ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് നോൺ ആസ് ദി നെബുലൈസേഷൻ തെറാപ്പി. So first ആണ് ഉത്തരം വരുന്നത്. It is a device used to administer the medication in the form of the mist inhaled into the lungs and used for the treatment of asthma and other pulmonary disorders. റേഡിയോ വേവ്സ് എന്ന് അൾട്രാസൗണ്ട് വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് ആണ്. സോ ദേ ആർ ലോഞ്ചിറ്റ്യൂഡിനൽ, എക്വസ്റ്റിക് ആൻഡ് ദേ ഡിപ്പെൻഡ് അപ്പോൺ ദ മീഡിയം വിച്ച് ഇറ്റ് പ്രൊപ്പഗേറ്റ്സ്. സോ ദേ ആർ നോട്ട് ഇലക്ട്രോമാഗ്നറ്റിക്. സോ ആൻസർ ഈസ് സി. Ultrasound is a reflection of both the hard and the soft tissues ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ്, ദ വേവ് യൂസ്ഡ് ഇൻ ദ സോണോഗ്രഫി എന്ന് പറയുന്നത് അൾട്രാസൗണ്ട് വേവ്സ് ആണ്. സോണോഗ്രഫിയിലെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് അൾട്രാസൗണ്ട് സ്കാനിങ് ആണ് നമ്മൾ സോണോഗ്രഫിക്ക് യൂസ് ചെയ്യുന്നത്. സോ അൾട്രാസൗണ്ട് വേവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ്, ബൈ ഡെഫിനിഷൻ അൾട്രാസൗണ്ട് ഇസ് എ സൗണ്ട് ഹാവിംഗ് ദ ഫ്രീക്വൻസി ഗ്രേറ്റർ ദാൻ 20,000 സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ്. ദാറ്റ് ഈസ് ഓഡിബിൾ റേഞ്ചിനും എബവ് ആണ്. 20 to 20,000 ഹെർട്സ് ആണ് ഓഡിബിൾ റേഞ്ച്. സോ എബവ് 20,000 ആയിരിക്കും അൾട്രാസൗണ്ടിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ വേവ് ലെങ്ത് ഓഫ് അൾട്രാസൗണ്ട് വേവ് ഇൻ ദ വാട്ടർ എന്ന് പറയുന്നത് 1.5 millimeter ആണ് വരുന്നത്. ദ പ്രോസസ് ബൈ വിച്ച് ദ ഇലക്ട്രോൺസ് ആർ എമിറ്റഡ് ഫ്രം ആൻ എക്സ്റേ കാഥോഡ് ഫിലമെന്റ് എന്ന് പറയുന്നത് ഫോട്ടോ കണ്ടക്ഷൻ ആണ് വരുന്നത്. ബാക്കിയെല്ലാം വേറെ വേറെ പ്രോസസ്സാണ്. ഫോട്ടോ കണ്ടക്ഷൻ ആണ് നമ്മുടെ ആൻസർ. അൾട്രാസൗണ്ട് ഈസ് ഓഫ് ഫ്രീക്വൻസി നമ്മൾ നേരത്തെ കണ്ടു, എബവ് 20 ഹെർട്സ് ആണ് അൾട്രാസൗണ്ടിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സൂപ്പർഫിഷ്യൽ എക്സ്റേ തെറാപ്പി ഇൻക്ലൂഡ്സ് എക്സ്റേസ് ഓഫ് പൊട്ടൻഷ്യൽ റേഞ്ചിങ് ഫ്രം 50 to 150 kilovolts ആണ്. അൾട്രാസൗണ്ട് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സോണോഗ്രഫിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പീസോ ഇലക്ട്രിക് ഇഫക്റ്റ് കാരണം കൊണ്ടാണ്. പീസോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. സോ പീസോ ഇലക്ട്രിക് ഇഫക്റ്റ് കാരണം കൊണ്ടാണ് അൾട്രാസൗണ്ട് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Which of the following is not the property of an acoustic wave? Acoustic waveന്റെ പ്രോപ്പർട്ടി അല്ലാത്തത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ ഡി ആണ്. ദർ ഇസ് എ മൂവ്മെന്റ് ഓഫ് മെറ്റീരിയൽ. ബാക്കിയെല്ലാം acoustic വേവ്സിന്റെ പ്രോപ്പർട്ടി ആണ്. പ്രഷർ ആൻഡ് പാർട്ടിക്കിൾ വെലോസിറ്റീസ് ആർ ഇൻ ഫേസ്. പാർട്ടിക്കിൾ ഇൻ എ മീഡിയം ഓസിലേറ്റ് വിത്ത് ഈക്വൽ എക്സേർഷൻ ഇൻ ദി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഡയറക്ഷൻസ്. ബാക്കിയെല്ലാം acoustic വേവ്സിന്റെ പ്രോപ്പർട്ടീസ് ആണ്. പ്രോപ്പർട്ടി അല്ലാത്തത് ദർ ഇസ് എ മൂവ്മെന്റ് ഓഫ് മെറ്റീരിയൽ ആണ്. മെറ്റീരിയൽ മൂവ്മെന്റ്സ് ഒന്നും acoustic വേവിന്റെ ഇതിൽ നടക്കുന്നില്ല. If the frequency of the sound is between 20 Hz to 20 kHz, it is known as the audible sound ആണ്. ഹ്യൂമൻ ഇയേഴ്സിന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന സൗണ്ട് റേഞ്ച് ആണ് 20 Hz to 20 kHz. എക്സ്റേസ് ആർ ഓൺലി റിഫ്ലക്റ്റഡ് ബൈ ദി ഹാർഡ് സർഫസസ് ആണ് എക്സ്റേ. അൾട്രാസൗണ്ട് ആണെങ്കിൽ ബോത്ത് ഹാർഡ് ആൻഡ് സോഫ്റ്റ് സർഫസസിനെ റിഫ്ലക്ട് ചെയ്യും. കമ്പോണൻ്റ് ഓഫ് അവർ ബോഡി ദാറ്റ് റിഫ്ലക്ട്സ് ദി എക്സ്റേസ് എന്ന് പറയുന്നത് ബോൺസ് ആണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ബാക്കി അൾട്രാസൗണ്ടിലും MRIയിലും ബാക്കിയുള്ളതിലെല്ലാം നമ്മളുടെ ലൈവ് ഓർഗൻസ് ആയിരിക്കും. ഇത് ബോൺസ് ആണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്.
പ്രോപ്പർട്ടി ഓഫ് സൗണ്ട് വേവ്സ് ആക്ട്സ് ലൈക്ക് ദ പ്രിൻസിപ്പിൾ ഓഫ് അൾട്രാസൗണ്ട് എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ ആണ്. The final question is, according to the International 10 to 20 system, to measure the EEG, even the number denotes which side of the brain എന്ന് പറയുന്നത് നമ്മൾ ലീഡ് പഠിച്ചു. EEGയിൽ ലീഡ്സ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് പഠിച്ചു. 20 ലീഡ് സിസ്റ്റം, 10 ലീഡ് സിസ്റ്റം. അപ്പോൾ അതിൽ ലെഫ്റ്റ് ഈവൻ നമ്പർ ഡിനോട്ട്സ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡ് ഓഫ് ദ ബ്രെയിൻ ആയിരിക്കും ഡിനോട്ട് ചെയ്യുന്നുണ്ടാവുക.